കൊല്ലണമെന്നില്ലായിരുന്നു തമ്പുരാനെ. പിഴ പറ്റിയത് ഈ കൂന്തിയെന്നാര് പറഞ്ഞ വാക്ക് കേട്ടിട്ട. മതിര കൊടുത്തും കറുപ്പ് കൊടുത്തും പരദേശിയെ മയക്കിയിട്ട് സൂത്രത്തിൽ ആ രത്നം വിൽക്കാനായിരുന്നു ഞങ്ങളുടെ നീക്കം. ആട്ടക്കാരികളുടെ കയ്യിലെ രത്നമെന്ന് കേട്ടപ്പോ പരദേശി വിശ്വസിച്ചു പോയല്ലേ? വിശ്വസിച്ചില്ല തമ്പുരാനെ. ഇവിടുന്ന് കരുതുന്ന പോലെ പരദേശി വെറും കച്ചവടക്കാരനായിരുന്നില്ല, മഹാസൂത്രക്കാരൻ. തലകാപ്പ് നായർക്ക് ലന്തക്കാര് സമ്മാനമായി നൽകിയ രത്നം, ആ മുതലിന് വില പറയാൻ വള്ളുവനാട്ടിൽ ആരാ? അത് വിൽക്കാനാ നോക്കിയത് പരദേശിക്ക്. ആട്ടരാത്രി മാളികയുടെ പുറകില് കാവില് വെച്ചായിരുന്നു കൈമാറ്റത്തിനിടം കുറിച്ചത്. മായച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. പാത്തും പതുങ്ങിയും പേടിച്ചാ ഞാൻ അവിടെ പോയെ. രത്നം കൈ കിട്ടിയ വ്യാപാരിയുടെ വിധം മാറി. അത് വെറും കണ്ണാടിച്ചില്ലാന്ന്. എന്നാ പിന്നെ അത് തിരിച്ചു താന്ന് പറഞ്ഞപ്പോ അയാൾ അത് കൈക്കലാക്കി കടന്നു കളയുമെന്ന് തോന്നി. പിടിച്ച പിടി ഞാനും വിട്ടില്ല. ഹരയിൽ വെച്ച കത്തി എന്റെ കഴുത്തിൽ വയ്ക്കുന്നായപ്പോ സകല ദൈവങ്ങളെ വിളിച്ച്